ഹായ്, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സലാഡാണ്. അതായത് ഹെൽത്തി ആയിട്ടുള്ള സലാഡ്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ഹെൽത്തി ആയിട്ടുള്ള സലാഡ്സ് ഇടാൻ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരൻസിന് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പാവയ്ക്കയുടെ സലാഡാണ്. പാവയ്ക്കയുടെ സലാഡ് പ്രായമുള്ള ആൾക്കാർക്ക് മാത്രമല്ല കേട്ടോ, നമുക്കും കഴിക്കാം. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കയ്പരസൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ പാവയ്ക്കയുടെ 3 റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതായത് കയ്പില്ലാത്ത രീതിയിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി, പാവയ്ക്ക പുളിങ്കറി, അതുപോലെ തന്നെ പാവയ്ക്ക തേങ്ങാപ്പാൽ വെക്കുന്ന കറി. അങ്ങനെ 3 കറികളാണ്. ഇത് കൂടാണ്ടാണ് ഇപ്പോൾ നമ്മുടെ സലാഡ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് പാവയ്ക്ക സലാഡ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങൾക്ക് ഇതിനെ സലാഡ് എന്ന് പറയാം, അതല്ലാന്നുണ്ടെങ്കിൽ പിക്കിൾഡ് കയ്പ്പയ്ക്ക എന്ന് പറയാം. എന്താണെങ്കിലും ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കയ്പ്പയ്ക്ക ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഇച്ചിരി കയ്പ്പയ്ക്ക ഉണ്ടാവും, പക്ഷേ സാധാരണ രീതിയിൽ കയ്പ്പയ്ക്കയുടെ കയ്പ്പ് ഉണ്ടാവില്ല. ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഫുൾ കയ്പ്പയ്ക്ക എടുക്കുന്നുണ്ട്. കയ്പ്പയ്ക്ക എന്ന് പറഞ്ഞാൽ പാവയ്ക്ക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു ഹാഫ് പോർഷനിൽ ചെയ്ത് നോക്കുക. അതിനുശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അളവ് കൂട്ടാമല്ലോ. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മുടെ പാരൻസിനൊക്കെ കൊടുക്കാം. കാരണം മിക്ക വീടുകളിലും ഒരുപാട് പേർക്കും ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുള്ളതാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്തായാലും കഴിക്കേണ്ട ഒരു വെജിറ്റബിളാണ് നമ്മുടെ പാവയ്ക്ക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു വൈറ്റ് കളർ പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇതേപോലെ ഈ കളർ പാവയ്ക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഗ്രീൻ കളർ പാവയ്ക്ക ഉപയോഗിക്കാം. അപ്പോൾ വൈറ്റ് കളർ പാവയ്ക്കാണ് കമ്പാരിറ്റീവ്ലി ഗ്രീൻ കളറിനേക്കാളും കയ്പ്പ് രസം കുറവ്. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഞാനിത് വാഷ് ചെയ്തിരിക്കുന്ന പാവയ്ക്കയാണ്. ഇതിനെ നമുക്കങ്ങ് നെടുകെ മുറിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. പിന്നെ ഈ വൈറ്റ് പോർഷൻ മാക്സിമം റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. സ്പൂണോ അല്ലെങ്കിൽ വിരലോ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വടിച്ചു കൊടുക്കാം. ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ വീണ്ടും നെടുകെ മുറിക്കാം. അതിൻ്റെ വലിപ്പം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു കയ്പ്പയ്ക്കനെ 4 കഷ്ണമായിട്ടാണ് നീളത്തിൽ മുറിക്കുന്നത്. അതിനുശേഷം നമുക്കിതിനെ ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് തിക്കാക്കണ്ട. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിയാം, അല്ലെങ്കിൽ ഇങ്ങനെ അരിയാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അരിയാൻ താല്പര്യം അതുപോലെ അരിയാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ കയ്പ്പയ്ക്ക ഞാൻ അരിയട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ചെറിയ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു വലിയ കയ്പ്പയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പകുതി കയ്പ്പയ്ക്ക് ചെയ്താൽ മതി. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യണ്ടല്ലോ. ഈ ഒരു അളവിലാണ് കേട്ടോ മുറിച്ചേക്കുന്നത്. കുറച്ച് തിക്നെസ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ രീതിയിലാണ് ഞാൻ മുറിച്ചേക്കണമെന്ന് മാത്രം. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അല്പം വെള്ളം കൂടെ ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ അടുത്ത് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, സാധാരണ ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓവൻ പ്രൂഫ് പാത്രത്തിൽ ഈ നമ്മൾ കയ്പ്പയ്ക്കയുടെ കഷ്ണങ്ങൾ ഇടുക. അതിനുശേഷം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കുക്ക് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ടാണെങ്കിലും ഒരു സാധാരണ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കയ്പ്പ് രസം തീരെ വേണ്ട എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ നമ്മുടെ പാവയ്ക്കയുടെ വീഡിയോകളിലൊക്കെ പറയണ പോലെ തന്നെ ഒരു അരമണിക്കൂർ നേരം ഈ പാവയ്ക്ക കുറച്ച് പുളിവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക. പുളിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിൻ്റെ പുളി കുറച്ച് പിഴിഞ്ഞെടുത്ത് വെക്കുക. ആ വെള്ളത്തിലോട്ട് ഇതിട്ടിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം പുളിവെള്ളം നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയർ ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ പുളിവെള്ളത്തിലൊന്നും ഇടുന്നില്ല. കാരണം ഞാനിപ്പോൾ അച്ഛനും കുട്ടാട്ടനൊക്കെ കൊടുക്കാൻ പോകണം. അവർക്ക് കയ്പ്പ് രസം ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുളിവെള്ളത്തിലൊന്നും ഇടുന്നില്ല. കയ്പ്പ് രസം ഇഷ്ടമില്ലാത്തവർ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓവനിൽ ഇപ്പോൾ ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് ഒരു സാധാരണ പാത്രത്തിലോട്ട് ഞാനിപ്പോൾ പാവയ്ക്കയുടെ പീസസ് ഇട്ട് കൊടുക്കും. നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാൻ മറക്കരുത്. കാരണം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതങ്ങ് അടുക്കി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇതിൽ ഇട്ടിട്ടില്ല. നമുക്ക് സാലഡ് ശരിയാക്കുമ്പോൾ നമുക്ക് ഉപ്പിടാം. ഇപ്പോൾ തൽക്കാലം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ്. അപ്പോൾ ഞാനതായത് 5 മിനിറ്റ് കുക്ക് ചെയ്തു, അടച്ച് വെച്ച് കുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഒരു ഓവറായിട്ട് കുക്കാവാൻ പാടില്ല. എന്നാലും അത്യാവശ്യം കുക്കാവണം. എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വിനീഗറും കാര്യങ്ങളൊക്കെ ചേർക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. നമ്മുടെ പാവയ്ക്ക ചൂടാറുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് വിനീഗറാണ്. വൈറ്റ് വിനീഗർ, അതായത് നോർമൽ സിന്തറ്റിക് വിനീഗർ. അത് ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടെ. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ
കുറച്ച് ഉപ്പിടുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇടാൻ പോകുന്നത് പഞ്ചസാരയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധങ്ങളൊന്നുമില്ല. 1/4 ടീസ്പൂൺ പഞ്ചസാര, കുറച്ചേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. കുറച്ചും കൂടെ വെള്ളം ആവാം. 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 2 ടേബിൾ സ്പൂൺ വിനീഗറും 4 ടേബിൾ സ്പൂണും വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയിട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. എണ്ണത്തിൽ പാവയ്ക്കയിൽ പച്ചമുളകും കൂടെ വരുമ്പോഴാണ് ആ ടേസ്റ്റ് വരിക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്ന ഒരു 5-6 ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സെറ്റ് ചെയ്തിട്ട് ഇത് അരമണിക്കൂറെങ്കിലും ഇരിക്കണം. അപ്പോഴാണ് ആ പാവയ്ക്കയിലേക്കൊക്കെ ഈ വിനീഗറും ഉപ്പും എരിവും ഒക്കെ നന്നായിട്ടങ്ങ് പിടിക്കുള്ളൂ. ഉള്ളി ചെറുതാക്കി ഇട്ടുള്ളൂ കേട്ടോ, കാരണം വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ജാൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. ജാൻ്റെ അമ്മ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇത് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വീട്ടിൽ വന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ഉണ്ടാക്കി തന്നപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, ജാനും ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ പാവയ്ക്കയുടെ അത്ര വലിയ ഫാനൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ കഴിക്കും. അതിനൊരു 10 ചെറിയുള്ളി ഞാനിങ്ങനെ ചെറുതാക്കി അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളിയിലേക്ക് വിനീഗർ വരുമ്പോണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. ഉള്ളി പിക്കിളില്ലേ, പഞ്ചാബി ധാബയിലൊക്കെ പോകുമ്പോഴും അവർ ചെറിയുള്ളി ഇങ്ങനെ പിക്കിൾഡ് ചെറിയുള്ളി നമുക്ക് കഴിക്കാൻ കിട്ടും. അപ്പോൾ അതുപോലെ ഞാൻ ഇട്ട് വെക്കാറുണ്ട്. അത് ചെറിയുള്ളി ആണെങ്കിലും സവാള ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളിയുടെ ഇന്ന അളവൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എത്ര ചെറിയുള്ളി വേണം അത്ര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 8 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിൽ വിനീഗർ കുറവാണെങ്കിൽ വിനീഗർ ഒഴിച്ച് കൊടുക്കുക, പഞ്ചസാര കുറവാണെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, നല്ല എരിവുണ്ട് കേട്ടോ പച്ചമുളകിന്. പാവയ്ക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് വരുത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. എരിവ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകിൻ്റെ പകുതി മാറ്റാം. എനിക്ക് എരിവ് കൂടുതലായി തോന്നുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക്. അപ്പോൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 2 ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള അതേസമയം ചൂടാറിയിട്ടുള്ള പാവയ്ക്കയുടെ പീസസ് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിൽ വെള്ളമൊന്നുമില്ല, കംപ്ലീറ്റ് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഈ വിനീഗറിൻ്റെ ഇതിൽ കിടന്ന് ഇത് നന്നായിട്ടങ്ങ് സോക്കാവണം. അപ്പോഴാണ് ഈ കൈപ്പയ്ക്കയിലേക്കൊക്കെ നന്നായി പിടിക്കുകയുള്ളൂ. വിനീഗർ കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പിലൊന്നും ചേർത്തിട്ടില്ല. സലാഡിൽ പുളിവെള്ളം ഒഴിച്ച് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മുഴുവൻ അറിയില്ല എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന്. വിനീഗറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആപ്പിൾ സിഡാ വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അതിൻ്റെ സ്മെല്ല് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ആ ആപ്പിൾ സിഡാ വിനീഗർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് വിനീഗറാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ, കാരണം ഇതിലെല്ലാം പിടിക്കണം. പക്ഷേ ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. വിനീഗർ കുറവാണ് കേട്ടോ, 2 ടീസ്പൂൺ പോരാ. അപ്പോൾ 1 ടീസ്പൂൺ കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല വലിയ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചാലാണ് അതിലേക്കൊക്കെ ഒന്ന് പുളി പിടിക്കുകയുള്ളൂ. പുളി ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വിനീഗറും 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിപ്പോൾ തൽക്കാലം ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുമല്ലോ, നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താൻ മറക്കരുത്. ഞാൻ ഇത്ര ഒഴിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഒഴിക്കണം ഒരു നിർബന്ധമില്ല, കാരണം ഓരോരുത്തരുടെ ആ ഒരു പുളിയുടെ അളവൊക്കെ വ്യത്യാസപ്പെടും. അപ്പോൾ ഇനി നമുക്കിത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അരമണിക്കൂറിന് ശേഷം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പോൾ കയ്പ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ കയ്പ്പൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പാണ്. കയ്പ്പില്ല എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ, കയ്പ്പൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കയ്പ്പാണ്. കാരണം പുളിയും ആ ചെറിയൊരു മധുരവും എരിവും എല്ലാം കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ചെറിയുള്ളിക്കൊക്കെ നന്നായിട്ട് ഈ സോർക്കൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നിങ്ങളിത് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ വിനീഗർ കൂട്ടുകയോ കുറയ്ക്കുകയോ പഞ്ചസാര കൂട്ടുകയോ ഉപ്പ് കൂട്ടുകയോ എരിവ് കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ആ കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാലും കേടാവില്ല. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഈസി പീസി ആയിട്ടുള്ള കൈപ്പയ്ക്ക സലാഡ് അല്ലെങ്കിൽ കൈപ്പയ്ക്ക പിക്കിള്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മോനെ അവിടെ പോയിരുന്നു, ബാക്കിൽ എവിടെയെങ്കിലും പോയിരുന്നു. സൂക്ഷി അമ്മമ്മയുടെ മേലൊന്നും വീഴരുത് കേട്ടോ. അമ്പലത്തിലിന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ. അമ്പലത്തിലിന്നല്ലയോ സ്വർണരഥഘോഷം, ചെമ്പരത്തിപ്പൂവേ ചൊല്ല്. ദേവനു നൽകാൻ കയ്യിൽ
നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ ദേവനു നൽകാൻ കയ്യിൽ നാണത്തിൻ നൈവേദ്യമോ കോവിലിൽ പോയി ദൂരെ നാണിച്ചു നിന്നവളെ താഴ്വരയാറ്റിൻ തീരെ ആടുവാൻ വന്ന കാറ്റേ കാലിലെ പാദസരം കാണാതെ വീണതിന് താഴമ്പൂ കാട്ടിലെ ചന്ദന കട്ടിലോ ചെമ്പരത്തെ പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തെ പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തെ പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരഥഘോഷം ചെമ്പരത്തെ പൂവേ ചൊല്ല്. അടിപൊളി അടിപൊളി. എല്ലാരും കൈയടിച്ച് അമ്മ അത് കൈയടിച്ചു കൊടുത്തേ. അവർക്ക് നന്ദോ കൈയടിച്ചേ. പ്രത്യേകത നോക്കിയില്ല, എവിടെ നോക്കിയാലും ആന 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 അവിടെ വലിയൊരാന അപ്പുറത്ത് ആനമയല്ലേ അവിടെ